ഷീല ചേച്ചി 22 വർഷം സിനിമയിൽ നിന്ന് മാറി എന്നിട്ട് വേറൊരു മുഖമായിട്ട് കൊച്ചി ത്രേസ്യ എന്നുള്ള കഥാപാത്രമായിട്ട് വന്ന സിനിമയാണ് മനസ്സിനക്കരെ. വീണ്ടും ഞാൻ ഇളയരാജയാണ് അതിനെ സമീപിച്ചത്. കാര്യം അതിൽ 4-5 പാട്ടുകളുണ്ട്, വളരെ വ്യത്യസ്തമായ പാട്ടുകളായിരിക്കണം. അപ്പോൾ രാജ് സാർ കേരളത്തിൽ വന്നിട്ടാണ് അത് കമ്പോസ് ചെയ്തതൊക്കെ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കമ്പോസിങ് സമയത്ത് പറഞ്ഞു, ഒന്ന് നാട്ടിലേക്ക് വന്നാൽ, കാര്യം നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമയാണ് അതൊന്ന്. മറ്റൊന്ന്, ഈ അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു മുറിയിൽ ഇവിടെ പുറത്ത് എപ്പോഴും തമിഴിലും തെലുങ്കിലും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നൊരു തിരക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മോചനം കൊടുക്കാം. അദ്ദേഹത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം. ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെന്നുള്ളൊരു സ്നേഹം അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നു. അപ്പം ആലപ്പുഴ വന്നിട്ടൊരു ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണല്ലോ പാട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്രയൊക്കെ നടത്തി. അങ്ങനെ വന്നിട്ടാണ് ഈ എല്ലാ സിറ്റുവേഷൻസും പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു, ആദ്യം തിരക്ക് കൂട്ടി ചെയ്യേണ്ട 3 ദിവസം 4 ദിവസം ഉണ്ട് അദ്ദേഹം. ഇന്നൊരു ദിവസം നമുക്ക് ചുമ്മാ അങ്ങനെ കായലിലൊക്കെ നടക്കാം, കഥയൊക്കെ പറയാം. അപ്പോൾ ഇളയരാജയായിട്ടൊരു സൗഹൃദമായിട്ടുണ്ടായിരുന്നു. നാളെ തൊട്ട് കമ്പോസ് ചെയ്താൽ മതി. അദ്ദേഹം പറഞ്ഞ് സമ്മതിച്ചു, നാളെ തൊട്ട് കമ്പോസ് ചെയ്യാം. ഞാൻ വെള്ളമൊക്കെ കണ്ട് പുള്ളിക്ക് വലിയ സന്തോഷമായി. ബോട്ടിൽ യാത്ര ചെയ്ത് കൊണ്ടുപോകും. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ആ ഹാർമോണിയം കുറച്ചെടുക്കാൻ പറഞ്ഞ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത്. ഹാർമോണിയം വെച്ചിട്ട് പുള്ളി അതിൽ വിരൽ മീട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇന്ന് ചെയ്യേണ്ട സാർ, നമുക്ക് നാളെ ചെയ്താൽ മതി. അല്ലല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ പാടി നോക്കുകയാണ്, ട്യൂണല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. മെല്ലയൊന്ന് പാടി എന്നുള്ള പാട്ടിൻ്റെ ട്യൂണായിരുന്നു അത്. ഞാൻ പറഞ്ഞു, ഇത് ആ സിറ്റുവേഷന് വളരെ കറക്റ്റാണ്. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് അടുത്ത ചരണം മൂളാൻ തുടങ്ങി. ഒരു സംഗീതജ്ഞൻ്റെ, ഇളയരാജയെ പോലുള്ളൊരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്ന്, വിരലുകളിൽ നിന്ന് ഒരു സംഗീതം അങ്ങനെ ഉണരുന്നത് നമ്മൾ കണ്ണിന് മുമ്പിൽ കാണാൻ. അപ്പം ഗിരീഷ് അന്ന് രാത്രി തന്നെ ആ പാട്ട് എഴുതി. അത് മലയാളത്തിലെല്ലാ എന്നത്തെയും ഒരു ഹിറ്റായി മാറി. മെല്ലെയൊന്ന് പാടി എന്നുള്ള പാട്ട്. മെല്ലെയൊന്ന് പാടി നിന്നെ ഞാനുണർത്തിയോ മലേ